അങ്ങനെ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ഉള്ളിലെ റെസിൻ ആർട്ടിസ്റ്റ് വീണ്ടും ഉണർന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും കൂടെ നമുക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചു നാളത്തേക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്താണ് കേട്ടോ. ചേച്ചി റെസിൻ ചെയ്യോ എന്ന് ചോദിച്ച് കുറച്ചു പേരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണ്ടേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന് 2 ഓർഡേഴ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് മുന്നേ വന്ന കുറച്ചധികം ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഈ റെസിന്റെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റ് ആണെങ്കിലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും അതിന്റെ പുറകിലുള്ള എഫേർട്ട് ഇങ്ങനെ അറിയണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അത് അവരുടെ കുഴപ്പമില്ല, അവർക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചത്. നമുക്ക് ഇഷ്ടമുള്ളവർ തരുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റും ആയിക്കോട്ടെ, നമുക്കത് ലൈഫ് ലോങ് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴിയാണ് ഈ റെസിൻ ആർട്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ തന്നെ ഇതിപ്പോ കുറെ നാള് നല്ലൊരിന്ന് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ 1.5 മിനിറ്റ് കൊണ്ട് കാണുവാണെങ്കിലും ഒരു റെസിന്റെ കീ ചെയിൻ എങ്കിലും ചെയ്തെടുക്കാൻ നമുക്ക് 24 മണിക്കൂർ വേണം കേട്ടോ. അതിന്റെ കൂടെ ചെയ്യുന്ന ടൈം, അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിക്കുകളൊക്കെ നമ്മൾ സഹിക്കുകയും കൂടെ വേണം. കണ്ടില്ലേ, എന്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നേ. പക്ഷെ നമ്മൾ അതൊന്നും ഒരു പ്രശ്നമാക്കിക്കൊണ്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ നമ്മുടെ കീ ചെയിൻ ഇവിടെ റെഡിയായി. നമ്മുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ കീ ചെയിൻ കണ്ടപ്പോൾ ഞാൻ അങ്ങ് മറന്നു. നല്ല രസയില്ലേ കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള മെമ്മറബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.